നമ്മുടെ മുൻ മന്ത്രിയായിരുന്ന ജി കാർത്തികേയന്റെ മകൻ ശബരിനാഥിനെ എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ദിവ്യ IAS. ദിവ്യ IAS ഇപ്പൊ ഒരു കവിയത്രിയായി മാറിയിരിക്കുന്നു. അവർ ഒരുപാട് കവിതകളൊക്കെ എഴുതിയിരിക്കുന്നു. അതിലൊരു കവിത യേശുക്രിസ്തുവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അവരെഴുതിയ കവിതയിൽ യേശുക്രിസ്തു ഒരു ബംഗാളിയാണെന്നും ഒരു ഹിന്ദിക്കാരനാണെന്നും ഒരു കറുത്ത വർഗക്കാരനാണെന്നും ഒക്കെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് യേശുക്രിസ്തു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നാണ്. അതിനവർ കാരണമായി കണ്ടെത്തിയിരിക്കുന്നത് യേശുക്രിസ്തു എല്ലാവരെയും സഹോദര എന്നാണ് വിളിച്ചിരുന്നത് എന്നാണ്. സഹോദര എന്ന് വിളിക്കുന്നവരെല്ലാം കറുത്ത വർഗക്കാരാണോ? നമ്മുടെ ബംഗാളികളും ഹിന്ദിക്കാരുമൊക്കെ നമ്മളെല്ലാം വിളിക്കുന്നത് ഭായി ഭായി എന്നാണ്. ഈ ഭായി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സഹോദര എന്നാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ബംഗാളികളും എല്ലാ ഹിന്ദിക്കാരും കറുത്ത വർഗക്കാരായിരിക്കണമല്ലോ. വിദ്യ പറയുന്നതിനകത്ത് വലിയ സത്യമൊന്നും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിവ്യ വീണ്ടും ഒരു അഭിപ്രായം പറയുന്നു. യേശുക്രിസ്തു ഒരു സ്ത്രീ ആയിരുന്നു. യേശുക്രിസ്തു ദൈവമാണല്ലോ. യേശുക്രിസ്തു ഒരു സ്ത്രീ ആയിരുന്നു എന്നാണ് അവരുടെ വാദം. ഒരുപക്ഷെ ആ വാദത്തോട് നമുക്ക് കുറച്ച് യോജിക്കാം. കാരണം ഭൂമിയിൽ എല്ലാരെയും പ്രസവിക്കുന്നത്, എല്ലാ ജീവജാലങ്ങളെയും എല്ലാ ജീവികളെയും പ്രസവിക്കുന്നത് സ്ത്രീവർഗമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പ്രപഞ്ചത്തെ പ്രസവിച്ചത് ഒരു സ്ത്രീ ആയിരിക്കാം. ആ വകുപ്പിൽ ദൈവം ചിലപ്പോ സ്ത്രീയാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെയും കുറെ അഭിപ്രായങ്ങൾ അവർ പറയുന്നു. യേശുക്രിസ്തു യൂതനായിരുന്നെന്നും ഇറ്റാലിയക്കാരനായിരുന്നെന്നും ഫ്രഞ്ചുകാരനായിരുന്നെന്നും പല പല അഭിപ്രായങ്ങളാണ് അവർ യേശുവിനെ കുറിച്ച് പറയുന്നത്. അടുത്തൊരു അഭിപ്രായം പറയുന്നത് യേശുക്രിസ്തു സ്വന്തം പിതാവ് ചെയ്തിരുന്ന ജോലി അദ്ദേഹം ചെയ്തിരുന്നു, ആശാരിപ്പണി ചെയ്തിരുന്നു. ആശാരിപ്പണി ചെയ്യുന്നവരെല്ലാം കറുത്ത വർഗ്ഗക്കാരാണോ? കറുത്ത മനുഷ്യരാണോ? എന്താണ് ദിവ്യയ്ക്ക് പറ്റിയത്? അങ്ങനെ ദിവ്യ യേശുക്രിസ്തുവിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കവിത ഇറക്കിയിരിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ദിവ്യയ്ക്ക് ഇപ്പൊ എന്താണ് ഈ കറുപ്പിനോട് ഇത്രയും പ്രത്യേകത വന്നത്? കറുത്തവരാരും മനുഷ്യരല്ലേ ദിവ്യ? യേശുക്രിസ്തു ഒരുപക്ഷെ കറുത്തവനായിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ തന്നെയും കറുത്തവർക്ക് ഇപ്പൊ എന്താ പ്രത്യേകത? കറുത്തവർ മനുഷ്യരല്ലേ? വർണ്ണവിവേചനം ഒരു കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇന്ന് ലോകത്തൊരിടത്തും വർണ്ണവിവേചനമില്ല. അത് മതങ്ങളാലും രാഷ്ട്രീയങ്ങളായിട്ടും. നമ്മുടെ ഇബ്രഹാം ലിങ്കൻ പൂർണ്ണമായിട്ടും അമേരിക്കയിൽ നിന്ന് അടിമത്തവും വർണ്ണവിവേചനവും ഒക്കെ ഒഴിവാക്കിയതാണ്. ദിവ്യയ്ക്ക് ഇപ്പൊ എന്താണ്? യേശുക്രിസ്തു കറുത്തതായതുകൊണ്ട് പ്രശ്നം. ലോകത്തൊരിടത്തും കറുത്തവർക്ക് ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. കറുത്തതും വെളുത്തതും ഒക്കെ അമ്മമാർ പ്രസവിക്കുന്നത് തന്നെയാണ്, മനുഷ്യരാണ്. അവർക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള വെളുത്തവരെ പോലെ തന്നെ എല്ലാ അവകാശങ്ങളും കറുത്തവർക്കുമുണ്ട്. യേശുക്രിസ്തു കറുത്തതായിരുന്നുവെങ്കിൽ എന്താണ് ദിവ്യയ്ക്ക് പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ. ഇവിടെ ദിവ്യയ്ക്ക് പ്രശ്നം യേശുക്രിസ്തു കറുത്തതല്ല, കറുത്ത മനുഷ്യരാണ് ദിവ്യയുടെ പ്രശ്നം. അവർക്ക് കറുത്തവരെ ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ദിവ്യ കറുത്തവരാണ് കൂടുതലും ഭൂമിയിൽ ഉഴുത് നമുക്ക് നമ്മളെപ്പോലുള്ള മനുഷ്യർക്കെല്ലാം ആഹാരത്തിന് വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഈ കറുത്ത മനുഷ്യരാണ്. അവരെ ഒന്നും ഇങ്ങനെ അങ്ങ് തള്ളി പറയല്ലേ ദിവ്യ. ഒരു കാര്യം ചോദിക്കട്ടെ, യേശുക്രിസ്തു ഒരു ബ്രാഹ്മണനായിരുന്നു എന്ന് നിങ്ങൾക്ക് എന്താ തോന്നാത്തത്? ബ്രാഹ്മണരിൽ കറുത്തവരില്ലേ? യേശുക്രിസ്തു ഒരു കറുത്ത ബ്രാഹ്മണനായിരുന്നു എന്ന് ദിവ്യയ്ക്ക് ഒരു കവിത എഴുതാമായിരുന്നല്ലോ. അത് നിങ്ങൾ ചെയ്തില്ലല്ലോ. കറുത്തവനാണെങ്കിലും ബ്രാഹ്മണനെ തൊട്ട് കളിക്കണ്ട, അതല്ലേ ചിന്ത. കറുത്തവരിൽ ബ്രാഹ്മണരിൽ കറുത്തവരില്ലേ? യേശുക്രിസ്തു ഒരു സ്ത്രീ ആയിരുന്നു എന്നുള്ളതിന് ദിവ്യാമ്മ കണ്ടുപിടിച്ച മാർഗം എന്താണെന്നറിയൂ? യേശുക്രിസ്തു ഒരു പ്രസംഗത്തിനിടയിൽ 5000 പേർക്ക് 5 അപ്പം കൊണ്ട് ആഹാരം കൊടുത്തല്ലോ. അത് സ്ത്രീ ആയിരുന്നത് കൊണ്ടാണ് അവർക്ക് ഈ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വിദ്യാമ്മയുടെ പുതിയ കണ്ടുപിടുത്തം. ഒരു പുരുഷനായിരുന്നെങ്കിൽ കൊടുക്കാൻ കഴിയില്ല. സ്ത്രീക്കാണല്ലോ ഈ ഭക്ഷണങ്ങളൊക്കെ വിളമ്പി കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ കഴിയുന്നത്. ആ ഒരു കാരണമാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള കാരണം. പിന്നെ അദ്ദേഹം കല്യാണം കഴിക്കാതിരുന്നത് അയർലൻഡുകാരനായതുകൊണ്ടാണ്. ഇങ്ങനെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളാണ് നടത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പ്രസംഗങ്ങൾ അന്നത്തെ മനുഷ്യർക്ക് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പിൻതലമുറകൾക്ക് മാത്രമേ അത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ യേശുക്രിസ്തു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആർക്കും മനസ്സിലാവാതിരുന്നത് കൊണ്ട് വീണ്ടും 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 അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു സ്ത്രീ ആയിരുന്നത്. എന്ന് പറഞ്ഞാൽ സ്ത്രീകളെല്ലാം പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യങ്ങളാണ് പറയുന്നതാണ് എന്നാണ് ഈ ദിവ്യാമ്മയുടെ കണ്ടുപിടുത്തം. സ്ത്രീകൾക്കൊന്നും വിവരമില്ല. അവർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് പുതിയ കണ്ടുപിടുത്തം. ഇതിനേക്കാളൊക്കെ വലിയൊരു കണ്ടുപിടുത്തമാണ് അത് പറയാൻ പോകുന്നത്. യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടതെന്ന് എഴിച്ചു വന്ന കാര്യം എന്നറിയാം. അദ്ദേഹം പണിതുകൊണ്ടിരുന്ന ഒരു കട്ടിലിന്റെ പണി ബാക്കിയുണ്ടായിരുന്നു. ആ പണി തീർക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കല്ലറയിൽ നിന്ന് എഴിച്ചു വന്നെന്നാണ് വിദ്യാമ്മയുടെ പുതിയ കണ്ടുപിടുത്തം. മണിയമ്പിള്ള രാജു ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഭയങ്കരം തന്നെ ദിവ്യാമ്മയുടെ കണ്ടുപിടുത്തം. എന്റെ പൊന്ന് ദിവ്യാമ്മ, ഇത്രയും നാള് 2000 വർഷങ്ങളായിട്ട് ക്രിസ്ത്യാനികളുടെ വേദം പഠിച്ചവരെല്ലാം ബൈബിള് വായിച്ചിട്ടും കണ്ടുപിടിക്കാത്ത അർത്ഥങ്ങളെല്ലാം നിങ്ങൾ കണ്ടുപിടിച്ചതിൽ നമുക്ക് എന്തായാലും നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. എന്തിന്റെ പുറപ്പാടാണ് നിങ്ങൾ? യേശുക്രിസ്തു കല്ലറയിൽ നിന്ന് എഴിച്ചു വന്നത് തീരാത്ത കട്ടിലിന്റെ പണി തീർക്കാനാണെന്ന് എന്തോന്നൊക്കെയാണ് ഇവർ വിളിച്ച് പറയുന്നത്. എന്തായാലും ദിവ്യാമ്മ
നിങ്ങൾ യേശു ക്രിസ്തു ഒരു ബംഗാളിയും ഹിന്ദിക്കാരനും നമുക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കിപ്പോൾ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല അല്ലേ? എന്തായാലും ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ വീണ്ടും പൊക്കിക്കൊണ്ടുവരാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് നല്ലപോലെ അറിയാം. എന്തായാലും അതൊന്നും നടക്കത്തില്ല. അതൊക്കെ കഴിഞ്ഞുപോയ കഥകളാണ്. ഇനി ബ്രാഹ്മണനെ അങ്ങത്തെ എന്നും പൊങ്ങത്തെ എന്നും അടിയനെന്നും ഒക്കെ പറയുന്ന കാലങ്ങളെല്ലാം കഴിഞ്ഞുപോയി ദിവ്യാമ്മ. ഇനി കറുത്തവനെയും വെളുത്തവനെയും കുറിച്ചൊന്നും നിങ്ങൾ കൂടുതൽ കവിത എഴുതണ്ട. യേശു കറുത്തവനായാലും വെളുത്തവനായാലും സ്ത്രീ ആയിരുന്നാലും അതൊക്കെ ക്രിസ്ത്യാനികൾ സഹിച്ചോളും. നിങ്ങൾ ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഇതൊന്നും കണ്ടുപിടിക്കണ്ട. മനസ്സിലായില്ലേ? കല്ലറയിൽ കിടന്ന യേശു ക്രിസ്തു എഴിച്ചു വന്നത് കട്ടിലിന്റെ ബാക്കി പണി തീർക്കാനെന്ന്. എന്തൊരു അബദ്ധങ്ങളൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ദിവ്യാമ്മ?